എല്ലാവർക്കും നമസ്കാരം. ഇനിയൊരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് പറയട്ടെ, ഞങ്ങൾ പൊതുജനം നോക്കുമ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവായ താങ്കൾ ഇരുന്ന കസേരയിലേക്ക് പിണറായി വിജയൻ കയറിയിരിക്കുന്നു. പിണറായി വിജയൻ കയറിയിരുന്ന ചക്രവർത്തി കസേരയിലേക്ക് നിങ്ങൾ കയറിയിരിക്കുന്നു. ഇങ്ങനൊരു വ്യത്യാസമേ നമ്മളിപ്പം കാണുന്നുള്ളൂ. ഞങ്ങൾ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിരുന്നത്, ഒരു മുഖ്യമന്ത്രി എന്നതിൽ നിന്നൊരു ചക്രവർത്തി എന്ന രീതിയിലേക്ക് പിണറായിയെ വളർത്തിക്കൊണ്ട് വന്നതിൽ, പിണറായിയെ അഴിച്ചുവിട്ടതിലും സതീശൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് ഞങ്ങൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കസേര മാറി ഇരുന്നു എന്നുള്ളതല്ല ജനത്തിൻ്റെ വിഷയം. നിങ്ങൾ കസേര മാറി ഇരുന്നതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ജനങ്ങൾ നോക്കുന്നത്. അതോ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ പോലെ തന്നെ മച്ചാനുമായിട്ട് കളിക്കുമോ എന്നുള്ളതാണ് ജനം ഇപ്പം നോക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ നടന്നതും ഇവിടെ മുക്കിയതും ഇവിടെ മുക്കുന്നത് പോലെ ഒതുക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നതുമായ അഴിമതി കഥകൾ ഓരോന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ പുറകിലുള്ളവരെ കണ്ടെത്തി നിയമപരമായി ശിക്ഷിക്കുമോ? ഒന്നാമത്തെ കാര്യമായിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതാണ്. 2, ഈ LDF പാർട്ടിക്കാരുടെ കാലത്ത് കൊല്ലപ്പെട്ട ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി കിട്ടുമോ? നിതിൻ രാജിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുമോ? മറ്റനേകരുടെ കുടുംബത്തിന് നീതി കിട്ടുമോ? അതുപോലെ ജയിലിൽ കിടക്കുന്നവരുടെ ശമ്പളം 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കർശനമാക്കി പഴയതുപോലെ ആക്കുമോ? നിങ്ങൾക്ക് ചെയ്യാമല്ലോ, ഇത്രയും ഭൂരിപക്ഷം ഉണ്ടല്ലോ. അതുപോലെ ജയിലിൽ കിടക്കുന്ന കുറ്റവാളിക്ക് അവിടെ പണിയെടുക്കുമ്പോൾ കിട്ടുന്ന പണത്തിൻ്റെ ഒരു വീതം ഈ കുറ്റകൃത്യത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ കോടതി വിധിച്ചിട്ടുള്ളത് ഇന്ന് വരെ കേരള ചരിത്രത്തിൽ ഒരുത്തനും കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അത് നിങ്ങളെടുത്ത് കൊടുക്കുമോ? ഇല്ലെങ്കിൽ ഇതൊക്കെ പൊതുജനം ഇനി കോടതികളിലേക്ക് പോകാൻ റെഡിയായിരിക്കുന്ന വിഷയങ്ങളാണെന്ന് കൂട്ടണം. നിങ്ങളുടെ ഗ്രൂപ്പ് കളി ജനത്തിന് അറിയേണ്ടതില്ല. 6 ലക്ഷം കോടി രൂപ കടം. ഇതിനകത്ത് 1.5 ലക്ഷം കോടി രൂപ കടമെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഇരിക്കുമ്പം ഉള്ളതാണ്. അതിന് പുറകോട്ടുള്ള മുഴുവൻ മന്ത്രിസഭകളും കൂടി എടുത്തതാണ്. ബാക്കി 4.5 ലക്ഷം കോടി രൂപ എടുത്തത് എന്തിനാണ് എടുത്തത്? എവിടെയാണ് ചിലവാക്കിയത്? ഇതാരടയ്ക്കും? ആരിതിൻ്റെ മുതലടയ്ക്കും? ഇതെല്ലാം ജനത്തിന് അറിയേണ്ടതാണ്. അതിനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കുമോ? ഇവിടെ ഫയലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നു, ധൃതി പിടിച്ച് ഫയലുകൾ കത്തിക്കുന്നു, ഫയലുകൾ കത്തുന്നു. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ജനത്തിന് അറിയണം. ഇത് 1-2 തുകയുടെ കേസല്ല. ഇത് ഒരു വർഷം ഏതാണ്ട് 2 ലക്ഷത്തിൽ താഴെ വരുന്ന കോടി. ഇപ്പോൾ അത്രയും തുക കൈകാര്യം ചെയ്യുന്നത് കൂടാതെ ഈ ലോൺ എടുക്കുന്ന തുക, ഇതെല്ലാം കൂടി ഏതാണ്ട് വർഷം ഒരു 3-3.5 ലക്ഷം കോടി രൂപയുടെ കണക്കാണ്. ഇതിൻ്റെ ഫയലുകൾ കത്തിപ്പോയാൽ ഈ പണം എടുത്തിട്ട് പണം എടുക്കുന്നതിന് രേഖയുണ്ടല്ലോ. കാരണം തരുന്നവന് രേഖയുണ്ടല്ലോ, തിരിച്ചടയ്ക്കേണ്ടതിനും രേഖയുണ്ടല്ലോ. അങ്ങനെയാണ് ചിലവായത് കത്തിപ്പോയി എന്ന്. ഈ സാങ്കേതിക വിദ്യ ഇത്രയും വലുതായി നിൽക്കുമ്പം കണക്കുകൾ എല്ലാ കമ്പനികളുടെയും ക്ലൗഡിൽ നിൽക്കുന്ന എന്ന് പറയുമ്പം, ബാങ്കുകളുടെ പോലും നിൽക്കുമ്പം കണക്ക് ഫയൽ കത്തിപ്പോയാൽ പോരാ, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കോ ടെക്നീഷ്യന്മാർക്കോ പറ്റുന്നില്ല. നിങ്ങൾ ഞങ്ങളോട് പറ. സാങ്കേതിക മേഖലയിൽ കഴിവുള്ള ആളുകളെ വെച്ച് അതിൻ്റെ കണക്കുകൾ കണ്ടെത്തിത്തരാം. അതിന് കഴിവുള്ള ആളുകൾ നാട്ടിലുണ്ട്. പിന്നെ വർക്കുകൾ, അത് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അല്ലെ 10 വർഷം കൊണ്ട് ചെയ്ത ഈ കരാറുകളുടെ മുഴുവൻ പേപ്പറുകൾ എടുത്ത് അതിൻ്റെ എസ്റ്റിമേറ്റുകൾ എടുത്ത് അതിനകത്തുള്ള തിരിമറികൾ കണ്ടുപിടിക്കണം. ഈ AI ക്യാമറ വെച്ചതിനകത്ത് വഴി നീള നാട്ടുകാർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി വെച്ചതിനകത്തൊക്കെ വലിയ തിരിമറികളുണ്ടെന്നുള്ളത് അതെല്ലാം കണ്ടെത്തണം. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അതെല്ലാം ഞാനും എൻ്റെ വിജിലൻസും കൂടെ കൂട്ടി ഒതുക്കുന്നു. നമ്മൾ ഒരുമിച്ച് മച്ചാനും നിങ്ങൾ അപ്പുറത്ത് ഞാൻ ഇപ്പുറത്ത്. LDFന് പ്രതിപക്ഷ നേതാവ് ആരെന്നുള്ള കാര്യത്തിൽ ആടി നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവ്. ഓക്കെ, ഇത് നേരത്തെ മലയാളി പ്രതീക്ഷിച്ചിരുന്ന, ഞങ്ങളൊരു വീഡിയോയ്ക്കകത്ത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. LDFകാരോട് അല്ലെങ്കിൽ പിണറായി വിജയനോടും മരുമോനോടും ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ രക്ഷയില്ലെങ്കിൽ വി.ഡി. സതീശൻ എന്ന് പറയുമെന്ന്. അതുതന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ജനത്തിന് കാര്യങ്ങൾ അറിയണം. കാരണം ജനത്തിൻ്റെ പണമായത്. നിങ്ങളെ ഭരിക്കാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ, കാക്കാൻ ഏൽപ്പിച്ചേക്കുന്നതല്ല, മുക്കാനും ഏൽപ്പിച്ചിരിക്കുന്നതല്ല, കട്ടവനെ സംരക്ഷിക്കാനല്ല ഏൽപ്പിച്ചിരിക്കുന്നത്, കട്ടവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അഴിഞ്ഞാടുന്ന മയക്കുമരുന്ന്, അതിനെ നിയന്ത്രിക്കണം. അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ പുറകിലുള്ളത് ഓരോ കേസും എടുത്ത് നോക്കിയാൽ അതിൻ്റെ പുറകിലുള്ളവർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് പിടിക്കാൻ അന്നേരം നിങ്ങളെക്കൊണ്ട് പറ്റുമോ? അത് പിടിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ പുറകിൽ മുഴുവൻ മുഴുത്ത പാർട്ടിയുടെ നേതാക്കന്മാരാണെന്നുണ്ടെങ്കിൽ, കണ്ണടയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ജനം സമ്മതിക്കുകയല്ല മുന്നോട്ട്. ജനത്തിന് സമ്മാനങ്ങൾ കൊടുക്കാതെ ലോട്ടറി വിറ്റ് എന്തുമാത്രം പൈസയാണ് ജനത്തിൻ്റെ ഇന്ന് തട്ടിക്കൊണ്ട് പോകുന്നത്. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പണം മുഴുവനാണ് കൊണ്ടുപോകുന്നത്. ദയവ് ചെയ്താൽ മേടിക്കുന്ന കാശിന് ആനുപാതികമായിട്ടുള്ള സമ്മാനങ്ങളെങ്കിലും കൊടുക്കത്തക്ക രീതിയിൽ ഇത് നടത്തല്ല. ഈ പണ്ടാരം നിർത്തും. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു സാധനമില്ല. കേരളത്തിൻ്റെ അതിർത്തി മുഴുവൻ കൊണ്ട് വെച്ചിരിക്കുക തമിഴ്നാട്ടുകാരെ വശീകരിക്കാൻ.
ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഈ പിൻവാതിലൂടെയുള്ള നിയമനങ്ങൾ 2 ലക്ഷത്തിൽ താഴെ നിയമിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഇവന്മാരെ കംപ്ലീറ്റ് നിങ്ങൾ പറഞ്ഞു വിടുവോ? ഇല്ല, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് എങ്ങനെ ജോലി കൊടുക്കും? PSC എഴുതിയവനൊക്കെ എന്നാ കാണിക്കും? 227 കോടി രൂപ മുടക്കിയാണ് പരസ്യം ചെയ്തത്. ഈ പണം നിങ്ങൾ തിരിച്ചു പിടിക്കുമോ? അന്ന് കുറേ വകുപ്പൊക്കെ പറഞ്ഞാണല്ലോ. വയനാട് ആ ജനം കൊടുത്ത പണത്തിനകത്ത് പോലും അഴിമതി കാണിച്ചത് കൃത്യമായിട്ടൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അത് പ്രതികളെ നിങ്ങൾ പിടിച്ചകത്താക്കുമോ? ഊരാളുങ്കൽ സൊസൈറ്റി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നിഷ്പക്ഷമായി അന്വേഷിക്കുമോ? അവർ ചെയ്ത സകല വർക്കിനകത്ത് അഴിമതിയുണ്ട്, നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുമോ? നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ 5-10 വർഷമായി വെട്ടിച്ച കോടികൾ എത്രയാണെന്ന് കണക്കുകൾ നിങ്ങൾ പുറത്തു കൊണ്ടുവരുമോ? അവരെ ശിക്ഷിക്കുമോ? വർദ്ധിപ്പിച്ച ഫീസുകൾ, നികുതികൾ പിൻവലിക്കുമോ? ജനത്തിന് വഴിയിലിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയായി. ഇനി വി ഡി സതീശനോട് ചോദിക്കട്ടെ, മുഖ്യമന്ത്രി വി ഡി സതീശനോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ലാവലിൻ SNC ലാവലിനുമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അവർ വെച്ചിരിക്കുന്ന ജനറേറ്ററുകൾ അവരെ തന്നെ വിളിപ്പിച്ച് റിപ്പയർ ചെയ്ത് ഈ ഒടുക്കത്തെ കറണ്ട് കാശ് ഒന്ന് കുറപ്പിച്ച് ജനത്തിന് മര്യാദയ്ക്ക് കറണ്ട് കൊടുക്കാമോ? സമീപ സംസ്ഥാനങ്ങളിലെ ഇന്ധന വിലയ്ക്ക് ഇന്ധനം കൊടുക്കാമോ? സമീപ സംസ്ഥാനങ്ങളിലെ നിരക്കിൽ വൈദ്യുതി കൊടുക്കാമോ? ഇനി എന്തിന് സമീപ സംസ്ഥാനങ്ങളിലെ വിലയ്ക്ക് മദ്യമെങ്കിലും ഇവിടുത്തെ കുടിയന്മാർക്ക് കൊടുക്കാമോ? നാട് വിട്ടുപോയ ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമോ? സ്വകാര്യ ആരോഗ്യ മേഖലയെ നിയന്ത്രിക്കേണ്ട കാലം കഴിഞ്ഞു. അതിനെ അത്യാവശ്യമായിട്ട് നിയന്ത്രിക്കണം. സിനിമാക്കാരത്തേക്കും വാർത്താ വായനക്കാരത്തേക്കും ഒന്നും ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വെളിവും ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്യാമോ? സർക്കാർ ആരോഗ്യ മേഖലയിൽ ഒന്ന് കൃത്യമായിട്ട് കൊണ്ടു നടക്കാമോ? പുതിയ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ ബീം പോലും താഴോട്ട് വീഴുന്ന അവസ്ഥയിലാണ്. ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുമോ? അതിനെങ്ങനെയാണ് വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരെ ഭരണത്തിലാക്കാവോ? ദയവ് ചെയ്ത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഷാപ്പി കറി വെച്ചവൻ ഒരാൾ, കടല വിറ്റ് നടന്നവൻ ഒരാൾ, കപ്പലണ്ടി, 4ാം ക്ലാസ്സും കുസ്തിയുള്ളവൻ ഒരാൾ, പിന്നെ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ നടന്നവൻ ഒരാൾ, നിയമസഭ അടിച്ചു തകർത്തവർ 8 പേര്, കൊലപാതകത്തിന് കൂട്ടുനിന്നവർ 8 പേര്. ജനത്തിന് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? തമിഴ്നാട്ടിൽ വിജയുടെ കൂടെ ജയിച്ചു വന്നിരിക്കുന്ന ആളുകളുടെ വിദ്യാഭ്യാസം കാണുമ്പം സത്യം പറഞ്ഞാൽ മലയാളിക്ക് കൊതിയാകും. ഇവിടെ ഒരു ഫയൽ എടുത്ത് കൊടുത്താൽ ഷൂത് എഴുതി വെച്ചിട്ട് ഒരു കുത്തുകൂടി ഇടുന്നവനാണ് മന്ത്രി. പിന്നെ എങ്ങനെ ഇത് വൃത്തിയായിട്ട് പോകും? ഈ രീതിയിലുള്ള അവസ്ഥ മാറിയിട്ട് ഇതത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ +2 വന്നത്. ഈ പ്രീ ഡിഗ്രിയിൽ തൊട്ടിങ്ങോട്ട് വളർന്നു വന്നിട്ടുള്ള വിദ്യാർത്ഥി നേതാക്കളാണ് കേരള രാഷ്ട്രീയത്തിലെ എല്ലാ മുതുക്കന്മാരും. അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു 50 വയസ്സിന് മുകളിലുള്ളവരെല്ലാം ഈ പ്രീ ഡിഗ്രി തലത്തിൽ പഠിച്ചിട്ടുള്ളവരൊക്കെയാണ്, കുറച്ച് പേരെങ്കിലും. അവിടെ നിന്ന് തൊട്ട് കല്ല് എറിഞ്ഞ് സകല സാധനങ്ങൾ സ്തംഭിപ്പിച്ച് നശിപ്പിച്ച് നാരായണക്കല്ലടുപ്പിച്ച് കയറി വന്നവരാ. കേരളത്തിൽ ഒന്നാമത്തെ കാര്യം, ഒരു വർഷം ജോലി എടുക്കുന്ന സാധാരണക്കാരൊക്കെ ജോലി എടുക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് 260 ദിവസമാണ്. എന്നാൽ കോളേജിലേക്ക് വന്നു കഴിയുമ്പോൾ അത് 160 ദിവസമാണ്. ബാക്കി എന്തും കർത്താലും തല്ലും പിഴക്കും ഈ 2 മാസത്തെ അവധി എല്ലാം കൂടെ പോയി അങ്ങനെയാവും. അങ്ങനെ സമരം ചെയ്തും പൊതുമുതൽ നശിപ്പിച്ചും സമയം കളഞ്ഞും വളർന്നു വരുന്ന രാഷ്ട്രീയക്കാർക്ക് എല്ലാം ഒരു ആലസ്യമാണ്. അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും അവർക്ക് 11 ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഒരു ഭാഗ്യമുണ്ട്, ഈ ഒരു ഭരണകാലത്ത് ഈ ഒരു 5 വർഷം കൊണ്ട് ഇങ്ങനെയുള്ള ഈ ലിസ്റ്റിൽപ്പെട്ട കുറേ എണ്ണം ചത്തുതീരും. അതുതന്നെ നാടിനൊരു ഗുണമുണ്ടാകും. അതുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശനോട് പല കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ചോദിക്കട്ടെ. മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ 10 എണ്ണം ആക്കി ചിലവ് കുറയ്ക്കാമോ? പേഴ്സണൽ സ്റ്റാഫ് 10ൽ താഴെ ആക്കാമോ ഒരാൾക്ക്? പേഴ്സണൽ സ്റ്റാഫിൻ്റെ പെൻഷൻ പൂർണ്ണമായിട്ട് അങ്ങ് ക്യാൻസൽ ചെയ്യാമോ? നേരത്തെ ഉള്ളവനും വേണ്ട, ഇനി ഉള്ളവനും വേണ്ട, മുന്നോട്ടും വേണ്ട. ഈ 2.5 വർഷം കൂടുമ്പോൾ ഇവന്മാരെ മാറ്റുവാൻ വേണ്ട. അങ്ങനെ ചെയ്യാമോ? ഗവൺമെൻറ് സർവീസിലുള്ള പാർട്ടിക്കാരെ പുറത്താക്കാമോ? കെ എൻ ഷാജി പറഞ്ഞു മതമാണ് മതമാണ് മതമാണ്. ഇന്നലെ തൊടുപുഴയിലെ പ്രകടനത്തിൽ കേട്ടോ, ആരാടാ ഈ വെള്ളാപ്പള്ളി, ആരാടാ ഈ സുകുമാരൻ നായർ, ഇതെന്തായാലും ഇതെങ്ങോട്ടാണ് പോകുന്നത്? കാര്യം വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്തതാണെങ്കിലും വർഗീയത വളർത്തി നാട് കുളവാക്കരുത്. അതിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? എന്താണേലും ഓർത്തോ, നിങ്ങളുടെ മുമ്പിൽ ഇതിങ്ങനെ നിൽക്കുക, ഇത് അവസാനത്തെ ഭരണമെന്ന് കൂട്ടിക്കോ. വി ഡി സതീശൻ എന്ന കേരള മുഖ്യമന്ത്രിയോട് പറയട്ടെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഗ്രൂപ്പുകളല്ല, ജനമാണ്. ഇവിടുത്തെ ജനം നിങ്ങളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ ആ വിശ്വാസം നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഭരണകാലത്ത് ഈ ഗ്രൂപ്പുകൾ ഇല്ലെന്നാക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ ജനമില്ലെന്നാക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് പറയട്ടെ, നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന നിങ്ങളും മുഖ്യമന്ത്രിയായിരുന്ന അങ്ങേരും കൂടെ കളിച്ചുകൊണ്ടിരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് കളികൾ ഇനി മുന്നിലോട്ട് കളിച്ചാൽ ജനം അടുത്ത ഒരു വഴി നോക്കും. ഇത് രണ്ടും അല്ലാത്ത ഒന്നിനെ വേണ്ടെന്നും പറഞ്ഞെടുത്ത് ദൂരെ കളഞ്ഞു. ഇനി അടുത്തത് ഇതാണ്, ഇതും കൂടെ പാളുകയാണ്, ഇതിനെയും കൂടെ വേണ്ടെന്ന് വെക്കും. പുതിയൊരു സംവിധാനം, അതിലേക്ക് ജനം ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്, ജനം അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ തെളിവുകളും ഒക്കെ കണ്ടോണ്ട് മാനം മര്യാദയ്ക്ക് മുന്നോട്ട് പോയാൽ ഇതിന് ഭരണം പൂർത്തീകരിക്കാൻ കഴിയും. അത് മുന്നോട്ട് തുടർഭരണത്തിനും സാധ്യതയുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പും വഴക്കും ബാക്കിയുള്ള കളികളും ഒന്നും മുന്നോട്ട് അനുവദിച്ചു കൊടുക്കരുത്. ഇതിനപ്പുറം
കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്ന കൊള്ളരുതായികൾ കൃത്യമായിട്ട് വെളിയിലും കൊണ്ടുവരണം. അത് വി ഡി സതീശൻ്റെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.